ചേച്ചി, തങ്ക ചേച്ചി, ആ ചേച്ചി. എന്തോ എന്തോ എന്റെ ഈശ്വര, തങ്കം എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ ഒന്ന് രണ്ട് വെളുത്ത മുടി പ്രതീക്ഷിച്ചു. ഇതിപ്പോ എന്തൊരു ചെറുപ്പാ. അയ്യോ ചേച്ചി, എന്റെ പേര് ഗംഗ. ഞാനൊരു തൊഴിൽ സംരംഭകയാണ്. ഓ അത് ശരി. വരൂ വരൂ, എനിക്ക് അകത്തോട്ടിരിക്കാം. ആ ശരി, ഇരിക്ക്. ബാഗ് ഇങ്ങോട്ട്. എന്തോ നല്ല വീടാണ്, കൊച്ചു വീടാണെങ്കിലും നല്ല ഒതുക്കമുള്ള വീട്. ചേച്ചി, ഒരു കാര്യം സത്യം പറയട്ടെ, ഞാൻ ഈ തങ്കം എന്നുള്ള പേര് കേട്ടപ്പം ചേച്ചി ഇത്ര യങ്ങാന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ടും ചേച്ചി എത്ര സുന്ദരിയായിരിക്കുന്നു. പാർലറിൽ പോകാറുണ്ടോ? ഏയ്, ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല. ഇത് എന്താന്ന് വെച്ചാല് ഞങ്ങള് പാരമ്പര്യമായിട്ടേ അമ്മയൊക്കെ ആണെങ്കിലും സൗന്ദര്യമുള്ള കൂട്ടത്തില്ല, അതായിരിക്കും. പക്ഷെ എന്ത് യങ്ങാ ചേച്ചി, എനിക്ക് ഇങ്ങനെയുള്ള സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടാ. അത് ശരി. എന്താ അവിടെ വെച്ച് എന്താ പറഞ്ഞല്ലോ, എന്താ സംരംഭം? അതെ, ബിസിനസ്, അതായത് തൊഴിൽ സംരംഭം, അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെയാ വന്നേ. എന്നെ കാണാനോ? ആ, ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. എന്തിനെനിക്ക് മനസ്സിലായില്ല, എന്താ സംഗതി? ചേച്ചി തയ്ക്കോ? ആ, ഈ പരിസരത്തൊക്കെയുള്ള തയ്യല് ഞാനാ ചെയ്യാ. ആണല്ലേ? എനിക്കറിയാം ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ വീടൊക്കെ കൊണ്ട് നടക്കണേന്ന് എനിക്കറിയാം. പക്ഷെ അല്ല, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ ബുദ്ധിമുട്ട്, അല്ലാതെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക്. അല്ല ശരി ചേച്ചി, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെയൊന്നും അല്ല. എനിക്ക് ഒരുപാട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് നല്ല ഇൻകം ഒക്കെ ഉണ്ട്. അത് ശരി. അതിലേക്ക് എങ്ങനെയാ ചെന്നപ്പെട്ട, എങ്ങനെ ബിസിനസ്? അതൊക്കെ പറയാം ചേച്ചി. എനിക്ക് ഇച്ചിരി വെള്ളം വേണം, ഒരു ഗ്ലാസ് കൊണ്ടുവരുമോ? അയ്യോ സോറി, ഞാൻ ചായ എടുക്കട്ടെ. അയ്യോ എന്റെ ചേച്ചി, ചായ എടുക്കാൻ ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോഴേക്കും അപ്പ ചായ എടുക്കാനോട് അതൊന്നും വേണ്ട. എനിക്ക് ഒരു ഗ്ലാസ് മാത്രം മതി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. ചായ ഇട്ടേ? ചായ വേണ്ട, ചായ വേണ്ട. സത്യത്തിൽ ഞാൻ അങ്ങനെ ഓർത്തില്ല കേട്ടോ, ഉച്ച നേരം ആയതുകൊണ്ട്. നല്ല വെയിലുണ്ട് ചേച്ചി. പുറത്ത് നല്ല മഴയില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെല്ലാ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ചേച്ചി. കല്യാണം കഴിഞ്ഞേ? ഇല്ല ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാന്ന് ഈ തൊഴിൽ? എനിക്കും താല്പര്യം ഉണ്ട് ഇങ്ങനെ തൊഴിലൊക്കെ ചെയ്യാനേ. ചേച്ചി, അത് പറയാൻ കൂടെ ഞാൻ വന്നേ. എന്നിട്ട് ഒരു ദിവസം ഞാന് ചെന്നൈക്ക് യാത്ര ചെയ്യായിരുന്നേ. അപ്പം നമ്മുടെ മഞ്ജുവിനെ കണ്ടു ഞാൻ. ഏത് മഞ്ജു? നമ്മുടെ മഞ്ജു വാര്യര്, സിനിമ നടിയോ? അടുത്തുണ്ടോ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ച പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടൊക്കെ ആയിരിക്കുന്നേ. പക്ഷെ പാവാണേ, പാവാണ്. സിനിമയില് കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് പഞ്ചപാവാണ്. നല്ല സ്ത്രീയാണ് കേട്ടോ. എന്നിട്ട് വർത്താനം പറഞ്ഞോ? പിന്നെ ഞാനിട്ട ഡ്രസ്സ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡിസൈൻ കണ്ടോ? ഇത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാ. ശരി. ഞാൻ ഇതേപോലെ ഒരു കുർത്തിയ, ഇതല്ല വേറെ ഇതേപോലെ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തൊരു കുർത്തിയായിരുന്നു ഞാൻ ഇട്ടിരുന്നേ. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലത്തെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് അതേപോലത്തെ ഒരു ഡിസൈൻ ചെയ്തു, കുർത്തി ഡിസൈൻ ചെയ്ത് മഞ്ജുവിന് കൊടുത്തു. അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ മഞ്ജുവിന്റെ ഫുൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് ഞാനപ്പോ. അത് ശരി. അപ്പൊ മഞ്ജു വാര്യർ ഇട്ടുണ്ട് നടക്കണൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാ. അയ്യോ, അത് കൊള്ളാട്ടോ. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ മഞ്ജുവിന്റെ കെയർ ഓഫിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ്, നമുക്ക് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അത് ശരി. ഇപ്പൊ ഫിലിം ഫീൽഡിൽ ഇപ്പൊ ഏകദേശം കോസ്റ്റ്യൂം ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് ഞാൻ ചേച്ചി. അയ്യോ, സിനിമാക്കാരിയായിരുന്നല്ലേ? അതെനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ഭാഗ്യാട്ടോ അത്. പിന്നെ അത് മാത്രല്ല ചേച്ചി, ഞാനിപ്പം ഇത്രയും ഒരുപാട് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് ഇതിപ്പോ ഒരു യൂണിറ്റ് ആയി കൊണ്ട് നടക്കാണ്. യൂണിറ്റായി, അതായത് ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ഇതിപ്പം ഇപ്പൊ കൊറേ കസ്റ്റമേഴ്സ് ഇപ്പൊ എനിക്കുണ്ട്. ഇതുപോലെ ഡ്രസ് ഷോപ്പ് യൂണിറ്റ് തുടങ്ങി. ഇപ്പൊ ഒരുപാട് തൊഴില് എന്താ പറയാ ജോലിക്കാരുണ്ട്. ബുദ്ധിമുട്ടൊക്കെ മാറി. ചേച്ചിക്ക് അറിയോ, മാസത്തിൽ ഞാനൊരു 75,000 രൂപ വരെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഈ തയ്ച്ചിട്ടോ. അത്രയും പൈസ ഒക്കെ കിട്ടുമോ? പിന്നല്ലാതെ ചേച്ചി. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഡ്രസ്സും ഓർണമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് എവിടെയെങ്കിലും വീട്ടിൽ ചേച്ചി
ഇവിടുത്തെ ആൾക്കാർ അതൊന്നും കൊള്ളൂലെന്നേ. കൂടി വന്ന ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ വരും. ആ സാരി ബ്ലൗസും കൊണ്ട് ഒരു കൊല്ലം മുഴുവൻ ഇട്ടുണ്ട് നടക്കും. അത് കീറണം, പിന്നെ അടുത്തത് അത് മാറ്റാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതറിയോ, അതായത് ഈ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഈ ഉള്ളിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈ അതായത് ഗ്രാമങ്ങളിലുള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ലല്ലോ പുതിയ ഡിസൈൻ ഒക്കെ വന്നത്. അതൊക്കെ അവരുടെ മുന്നിൽ കൊണ്ട് എന്താ പറയാ, അവർക്ക് അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ബാഗ് കിട്ടും. അതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് ശരി, ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം. ചേച്ചി നമുക്ക് റൂമിലോട്ട് ഇരുന്നാലോ? ഇവിടെ ഒരു സുഖമില്ല. ഞാൻ രാവിലെ കൊണ്ട് അകത്തൊന്നും അതൊന്നും സാരമില്ല ചേച്ചി, വാ നമുക്ക് റൂമിലോട്ട് പോയിരിക്കാം. വാ നടക്ക് ചേച്ചി. എന്ത് രസമാണ്. കൊള്ളാമോ ചേച്ചി? പിന്നെ ഇതിപ്പോ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടാത്ത സൂപ്പർ ആയിട്ടുണ്ട്. ചേച്ചി വെച്ച ഇതൊക്കെ സ്വന്തം ഡിസൈൻ ചെയ്യണതാ? പക്ഷെ ഞാൻ ഈ ചുരിദാർ ഇടാറില്ല. അയ്യോ ചേച്ചിക്ക് നല്ല ചേർച്ച ഉണ്ടാവുമല്ലോ ചുരിദാറ്. എനിക്ക് ഭയങ്കര കാണാം. എന്തിന്? വലിയ വലിയ ആൾക്കാരൊക്കെ ഇടുന്നതല്ലേ. ചേച്ചി ട്രൈ ചെയ്യേ. ഇങ്ങനെയൊക്കെ എന്റെ ഹസ്ബൻഡിന് ഇഷ്ടല്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ചേച്ചി ഒരു പ്രാവശ്യം ചുരിദാർ ഇട്ട് കാണുമ്പോ പിന്നെ ആൾക്ക് ഇഷ്ടപ്പെടും. ആണോ? തീർച്ചയായിട്ടും. അന്ന് ഇതൊന്ന് കാണിക്കോ? ഇവിടെ നിൽക്കുമായിരുന്നു. അതാ ചായ. പൈസ എടുത്ത് വെച്ചേക്ക്. ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്. ആ പിന്നെ മോഡേൺ ഡ്രസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുട്ടി മോഡേൺ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. ഇതിനകത്തുള്ള ഒന്ന് കാണിച്ചിട്ട് പോവാട്ടാ. അയ്യോ ചേച്ചി, ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ മോഡേൺ ഡ്രസ്. ഞാൻ കണ്ടില്ലേ ഒരു നീല. അയ്യോ അത് സെലക്ഷൻ ഇല്ല. അത് സാരമില്ല, ഒന്ന് കാണിച്ചു. അല്ല ഓണത്തിന് ഞാൻ എന്തേലും ചേച്ചിയുടെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞാൻ കൊണ്ടുവരാം. ഇത് നമുക്ക് വേറെ കാണിക്കാം. അത് അന്നേരം കാണിക്കാം. ഇതിപ്പോ അവിടെ വരെ വന്നിട്ട് അവള് കണ്ടില്ല പെണങ്ങും. ഞങ്ങൾ ഭയങ്കര കൂട്ടാ. ചേച്ചി എനിക്ക് പോവാൻ ഇച്ചിരി തിരക്കുണ്ട്. 5 മിനിറ്റ് മതി, ഞാൻ നോക്കിക്കോളാന്നേ. ഒരു കുഴപ്പമില്ലേ, വാ നടക്ക്. ഇത് ഞാൻ എടുത്തോളാം. നല്ല കണ്ടുണ്ടല്ലോ. വാ ചായ കുടിച്ചോ? ഇപ്പൊ പോവാ. എന്തിനാ തിരക്കുണ്ട് ചേച്ചി, അതുകൊണ്ടാ. രാഗി കൊച്ചേ, ഒന്നിങ്ങ് വന്നേ. അമ്പടി ഉറങ്ങായിരുന്നു തോന്നൂല്ലേ പകലേടുന്ന്. ഇത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ആരാ? ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആളാ. കോസ്റ്റ്യൂം ഡിസൈനറാണോ? ഫിലിമില് ചെയ്തിട്ടുണ്ടോ? ഈ ചുരിദാറൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തത്. കുറേ ഡ്രസ് ഉണ്ട്. എന്ത് രസം കാണാന്നറിയാം. ഞാൻ 2 എടുത്തു. അയ്യോ ചേച്ചി എനിക്ക് തിരക്കുണ്ട് ചേച്ചി, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തേലും ഓണത്തിന് വരുന്നതല്ലേ ചേച്ചി, ഞാൻ പിന്നെ വരാം. ചേച്ചിയല്ലേ വിളിക്കണേ, വന്നേ. Alien versus Alien.